ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടെക്നിക്കൽ മേഖലയിലുള്ളവർക്കുള്ള ഒരു സുവർണ അവസരവുമായിട്ടാണ്. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഒരു നിയമനം വന്നിരിക്കുന്നു. അതും വ്യത്യസ്ത ബിടെക് യോഗ്യത ഉള്ളവർക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടും ഡിഗ്രി ഉള്ളവർക്ക്, അതും അത്യാവശ്യം മാർക്കുള്ളവർക്ക്, 65% മാർക്കുള്ളവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയും ഉയർന്ന ശമ്പളവും ലഭിക്കുന്ന, അതായത് ആനുവൽ ഇൻകം ഏതാണ്ട് 14 ലക്ഷത്തോളം സാലറി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റാണ്. ഈ പറയുന്ന പോസ്റ്റുകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനുണ്ട്. എല്ലാ തസ്തികകൾക്കും നിങ്ങൾക്ക് 65% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്. 65%, അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് മാർക്കിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ മാർക്കിനെ നിങ്ങൾ ആ ഒരു ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് 65-ന് മുകളിലേക്ക് മാർക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അപേക്ഷിച്ചാൽ മതിയാവും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ നിരസിക്കുന്നതായിരിക്കുമെന്ന് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് നോക്കാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, നേവൽ ആർക്കിടെക്ചർ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇത്രയും മേഖലയിലാണ് ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ 2-year മാസ്റ്റർ ഡിഗ്രി ഓർ ഇക്വലന്റ് ഡിഗ്രി ഓർ ഇക്വലന്റ് ഡിപ്ലോമ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഓഫ് ദ ഫോളോവിങ് ഏരിയാസ് വിത്ത് മിനിമം 65% ഓഫ് മാർക്ക് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ്. ബിടെക്കിന് വെളിയിൽ നിന്നുള്ള ഒന്നാമത്തെ കാറ്റഗറിയാണ് ഇത്. അടുത്തതായിട്ട് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ മാർക്കിൻ്റെ ക്രൈറ്റീരിയ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും 2-1 എക്സാം പാസ്സായിരിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയുടെ ടെസ്റ്റ് പാസ്സായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായവർക്ക് മാത്രമേ ഈ ഒരു ഫിനാൻസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഒക്കെയുള്ളൂ എന്ന് മനസ്സിലായി കാണും. അതായത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ബിടെക്കുകാരെ സംബന്ധിച്ചിടത്തോളം 65% മാർക്കിൽ കൂടുതലുള്ളവർക്കാണ് പ്രധാനമായിട്ടുമുള്ള ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ, നേവൽ ആർക്കിടെക്ചർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ മുതലായ തസ്തികയിലേക്ക് അപേക്ഷിക്കാനൊക്കെയുള്ളൂ. ഇനി ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുള്ളവർക്കും എന്ത് ചെയ്യാം, 65% കൂടുതൽ മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ഒക്കുമെന്നാണ് നിലവിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ പോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആത്യന്തികമായി ഇതിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ട്രെയിനി എന്നുള്ളതാണ്. ഈ എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിൽ മെക്കാനിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ 20 വേക്കൻസികളാണ് മുഴുവനുള്ളത്. ഇനിയും അടുത്തത് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ 4 വേക്കൻസികളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും അൺറിസർവ്ഡിന് അല്ലെങ്കിൽ റിസർവേഷൻ ഒന്നുമില്ലാത്തവർക്ക് 2 വേക്കൻസി മാത്രമാണുള്ളത്. ഇനിയും അടുത്തത് എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറയുന്ന മേഖലയിൽ ഇലക്ട്രോണിക്സിൻ്റെ വേക്കൻസി 2 മാത്രമാണുള്ളത്. അതിൽ അൺറിസർവ്ഡ് 1ഉം STക്ക് 1ഉമാണ് നിലവിലുള്ളത്. ഇനി നേവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ 6 വേക്കൻസികളാണുള്ളത്. സിവിലിൽ 3 വേക്കൻസികൾ, IT-യിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 2. ഇനി എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻ ഹ്യൂമൻ റിസോഴ്സിൽ 4 വേക്കൻസി ഉണ്ട്. ഇനിയും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് 3 വേക്കൻസികളുമാണ് നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെ മുഴുവൻ 44 വേക്കൻസികളിലേക്കാണ് നിയമനം വരുന്നത്. ഇനി ഈ ഒരു എണ്ണം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വേക്കൻസികളുടെ എണ്ണം റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ഉയർത്താനും ആവശ്യമില്ലെങ്കിൽ എണ്ണം കുറയ്ക്കാനുമുള്ള പരമാധികാരം ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിനുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസിൽ തന്നെ. ആ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഷിപ്പ്യാർഡിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാകാൻ പറ്റും എവിടെയാണ് ഈ ഒരു പ്രശ്നമുള്ളത് എന്ന്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി ഉയരാനും താഴാനുമുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസും ഇത് ഉയരാനേ ഉള്ള സാധ്യത, കുറയില്ല. ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസികളിലൊക്കെ നിങ്ങൾക്ക് നിയമനം ലഭിക്കാനാണ് സാധ്യതയുള്ളത്. ഇനിയും രണ്ടാമതായിട്ട് അറിയേണ്ടത്, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടതെന്ന്. പൊതുവേ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് കരുതുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, കൊച്ചിയാണ് ഇതിൻ്റെ കേന്ദ്രം, അല്ലെങ്കിൽ കൊച്ചിയിലാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത് എന്നൊരു ധാരണയുണ്ട്. എങ്കിൽ ആ ഒരു ധാരണ മാറ്റിക്കൊള്ളുക. ഈ ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞിരിക്കുന്ന തസ്തികയിൽ നിങ്ങൾ
കൊച്ചിയിൽ, പ്രധാനമായിട്ടും കൊച്ചിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ മുംബൈയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ കൊൽക്കത്തയിൽ വരാം. അല്ലെന്നുണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ഈ മേഖലയിലൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് അവരുടേതായ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾ ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വേണം നിങ്ങളതിന് അപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ധാരണയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ടീഷനാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് വേക്കൻസി ഉയർത്താനും കുറയ്ക്കാനും കൂട്ടാനുമുള്ള അധികാരം അവർക്കുണ്ട് എന്നുള്ളത് അവരുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. വലുതായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. ഈ യോഗ്യതയുള്ളവർ, ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ അപേക്ഷിച്ചോളുക. വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും അതിനകത്തില്ല. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പേ സ്കെയിലിനെ സംബന്ധിച്ചാണ്. പേ സ്കെയിൽ ഇവർ അപ്രോക്സിമേറ്റ്ലി ഏതാണ്ട് 80,280 എന്ന് പറയുന്നൊരു മാജിക്കൽ സാലറിയാണ് പറയുന്നത്. പക്ഷേ ഇത് കൂടാതെയുള്ള അലവൻസ് എല്ലാം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആനുവൽ CTC എന്ന് പറയുന്നത് 14 ലക്ഷമാണ്. ഈ 14 ലക്ഷം നിങ്ങൾക്ക് ആനുവലായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളിവരുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ സെലക്ട് ചെയ്ത് ട്രെയിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് ട്രെയിനിയായിട്ട് ജോലി ചെയ്ത് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് അവർ പെർമനൻറ്റ് അവരുടെ ഒരു എംപ്ലോയി ആക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു തസ്തികയിലെ എംപ്ലോയി ആയി കഴിയുമ്പോഴാണ് ഈ ഒരു സാലറിയിലേക്ക് വരുന്നത്. അതുവരെ നിങ്ങൾക്ക് അവർ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റൈഫൻഡാണ്. അത്ര കുറവുള്ള സ്റ്റൈഫൻഡ് ഒന്നുമില്ല. 50,000 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്ന ഒരു നല്ല സ്റ്റൈഫൻഡ് തന്നെയാണ് നൽകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് വിജയകരമായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി വർഷത്തിൽ ഏതാണ്ട് 14 ലക്ഷം എന്ന് പറയുന്ന ഒരു ഉയർന്ന സാലറിയിലേക്ക് ഉയരും എന്നുള്ളതാണ്. ഇനിയും ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെ പ്രായപരിധി വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. 27 വയസ്സാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 6 ജനുവരി 2025 കണക്കാക്കിക്കൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്ന ഏജ്. അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 7 ജനുവരി 1998 ജനിച്ചവർക്ക് വരെ, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈം മുതലുള്ളവർക്ക് അപേക്ഷിക്കാമെന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. ഇനി ഇതിൽ ആനുപാതികമായിട്ടുള്ള വയസ്സളവ് OBCക്കും SC STക്കും ഉണ്ടായിരിക്കും. OBCക്ക് 3 വർഷത്തെ വയസ്സളവും ഉണ്ടായിരിക്കും. SC STക്ക് 5 വർഷത്തെ ഇളവും ഉണ്ടായിരിക്കും. അപേക്ഷിക്കുമ്പോൾ ഓർത്ത് വെക്കുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൽ OBCയുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, തഹസിൽദാറിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും വാലിഡ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ EWSകാരും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഏറ്റവും കുറഞ്ഞത് തഹസിൽദാർ, അതിന് മുകളിലോട്ടുള്ള ഏത് ഉദ്യോഗസ്ഥരിൽ നിന്നും വാങ്ങാവുന്നതാണ് എന്ന് നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്. അതിന് 60 മാർക്കാണ് പറയുന്നത്. അതിന് നെഗറ്റീവ് ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇത് കൂടാതെയുള്ളത് GDയും ഇൻ്റർവ്യൂവും അടങ്ങുന്ന ഒരു സെക്കൻഡ് ഏരിയയാണ്. അതിന് പ്രധാനമായിട്ടും 40 മാർക്കാണ്. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇനിയും ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് 60 മാർക്കിനാണ്. ഗ്രൂപ്പ് ഡിസ്കഷന് 10 മാർക്കാണ്. ഇനി റിട്ടൺ സ്കിൽസിന് 10 മാർക്കാണ്. ഇനി പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 20 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിനായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതുമ്പോൾ, അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉൾപ്പെടെയുള്ള ഈ 100 മാർക്കിൽ മിനിമം 50 മാർക്കെങ്കിലുമുള്ള ജനറൽ കാൻഡിഡേറ്റിനെ മാത്രമേ അവർ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് പോലും പരിഗണിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് അവർ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുകയാണ്. അത് OBCയിലേക്ക് വരുമ്പോൾ 45%, SC STയിൽ 40% കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്, ഈച്ച് ടെസ്റ്റ് എന്ന് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ 100-ൽ ഈ കാറ്റഗറി അറ്റൈൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാ ടെസ്റ്റിനും മിനിമം 40% എങ്കിലും, അതായത് ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇവയിലൊക്കെ ഈ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഓരോന്നിനും പാലിക്കണമെന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ്,
വളരെ പ്രധാനപ്പെട്ടതാണ്. EWS എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസർവേഷനാണ്. അതിന് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ തഹസിൽദാറിന് മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കളക്ടർ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് അത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിന് മിനിമം അതുണ്ടെങ്കിൽ മാത്രമേ അത് EWS ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. PSCയിലൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനിയും SC ST OBCക്കാരെ സംബന്ധിച്ചിടത്തോളം OBCയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും വാങ്ങേണ്ടത് തഹസിൽദാറാണ്. ഏറ്റവും ബേസിക് അതോറിറ്റി തഹസിൽദാറാണ്. അതിന് മുകളിലോട്ടുള്ള ഏത് അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനിയും ഇത് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്ട്രീമാണ് പറഞ്ഞത്. ഇതിന് ഇക്വലൻസി എന്ന് നമ്മൾ PSCയിൽ പറയുന്നതിന് സമാനമായിട്ട് ആർക്കൊക്കെയാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് കൂടി നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിൽ ക്വാളിഫിക്കേഷനാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 65% എന്ന് പറയുന്ന മാനദണ്ഡം അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി മെക്കാനിക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ട്രീമിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ളതാണ്. അതിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിന് അപേക്ഷിക്കാവുന്നതാണ്. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ എഞ്ചിനീയറിങ്ങിന് ആ ഒരു സ്ട്രീമിൽ BTech അല്ലെങ്കിൽ BE ഉള്ളവർക്ക് ഈ ഒരു ശതമാനം മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് മെക്കട്രോണിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിനും ഇതേ മെക്കാനിക്കൽ സ്ട്രീമിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് നിങ്ങളുടെ ബിരുദമെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കലിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലേക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൻ്റെ ഒരു കോൺടെസ്റ്റിലേക്ക് എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്ട്രീമിന് മാത്രമേ അപേക്ഷിക്കാൻ ഒക്കെയുള്ളൂ. ഇനി ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൻ്റെ സ്ട്രീമിലേക്ക് എത്തുമ്പോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഈ സ്ട്രീമുകളിലൊക്കെയുള്ള BTech അല്ലെങ്കിൽ BE ഈ ഒരു മാർക്കിൻ്റെ മാനദണ്ഡം കവർ ചെയ്യുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതാണ് നേവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ നേവൽ ആർക്കിടെക്ചറിൻ്റെ കോൺടെസ്റ്റിലേക്ക് എത്തുമ്പോൾ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ഡ്യുവൽ ഡിഗ്രി ഇൻ നേവൽ ആർക്കിടെക്ചർ BTech വിത്ത് MTech. ഇനിയും അതുകൂടാതെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ്, ഇത്രയും സ്ട്രീമിൽ ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. 65% എന്ന് പറയുന്ന മാർക്കിൻ്റെ ക്രൈറ്റീരിയ മറക്കാതിരിക്കുക. ഇത് പലപ്പോഴും ചില യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ പെടുത്തുന്ന ഒരു സംഗതിയാണ്. പല യൂണിവേഴ്സിറ്റികളുടെയും മാർക്കിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ അതൊരു ഘടകമായിട്ട് മാറുന്നതാണ്. ഇനിയും ഓർത്തിരിക്കേണ്ടതാണ്, ആദ്യമേ പറയേണ്ട ഒരു കാര്യമാണ്, ഇതിന് അപേക്ഷിക്കേണ്ടത് പൂർണ്ണമായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസന് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ നിയമിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എടുത്തു പറഞ്ഞോളട്ടെ. ഇനിയും ഇതിനകത്തൊരു സർവീസ് എഗ്രിമെൻ്റ് ഉണ്ട് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇവരുടെ 5 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു സർവീസ് എഗ്രിമെൻ്റ് നമ്മളിതിൽ സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ഓൺലൈനായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC ST വിഭാഗം ഒഴികെയുള്ളവർക്ക് 1000 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് പെർമനൻറ്റ് ഫീ ആണ്, തിരിച്ച് നൽകുന്ന ഫീ അല്ല. അതായത് നമ്മുടെ ഫീസായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. SC ST കമ്മ്യൂണിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ലാതെ തന്നെ അപേക്ഷിക്കാവുന്നതുമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപേക്ഷിക്കുമ്പോൾ ഒരു പോസ്റ്റിന് മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓൺലൈൻ എക്സാംസ് for various posts will be conducted simultaneously. Hence, applicants shall apply only for one post എന്ന് എടുത്തവർ പറയുന്നതായിട്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കാണുന്നുണ്ട്. അത് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. ഇനിയും ഓർത്തിരിക്കേണ്ടതിൻ്റെ ആപ്ലിക്കേഷൻ ടൈമാണ്. ഇനി ഇത് അപേക്ഷിച്ച് തീർക്കേണ്ടുന്ന സമയം, അതായത് നോട്ടിഫിക്കേഷൻ 6 ഡിസംബർ 2024 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഫോർ ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ ഈസ് 6 ജനുവരി 2025. അതായത് ജനുവരി മാസം 2025. അധിക സമയമുണ്ട് എന്നൊന്നും കരുതിയിരിക്കേണ്ട.
നമ്മുടെ മുമ്പിൽ കുറച്ച് സമയമേ ഉള്ളൂ, ഒത്തിരി സമയമുണ്ടെന്ന് കരുതണ്ട. കണ്ട മാത്രമേ തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക. ഈ സൈറ്റിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസർവേഷൻ കിട്ടുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും നല്ല വളരെ ബ്യൂട്ടിഫുൾ സാലറി കിട്ടുന്ന തസ്തിക ആയതുകൊണ്ട് തന്നെ ആ റിസർവേഷൻ വാങ്ങി തന്നെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനുള്ള നടപടികൾ ഉടൻ തന്നെ തുടങ്ങേണ്ടതാണ്. പിന്നീട് ഇത് മറന്നു പോകരുത്, അപേക്ഷിക്കാൻ വിട്ടുപോകരുത്. നിങ്ങളുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അതിലൂടെ ഇല്ലാതാവുന്നത്. ഇനിയും നിങ്ങൾക്ക് അപേക്ഷിച്ച ശേഷം, അതായത് അവസാനത്തെ ഡേറ്റിൽ അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി അവരുടെ നമ്പറെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് വിത്തിൻ ദ ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ നിങ്ങൾ പേഴ്സണലി അവരുമായിട്ട് അവരുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട അവർ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ തരും എന്ന് പറയുന്നുണ്ട്. അവിടെയും ഡേറ്റ് വളരെ മാൻഡേറ്ററി ആണ്, വളരെ ശ്രദ്ധിക്കുക. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ മീറ്റിംഗ് ദ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് ആസ് പെർ ദ വേക്കൻസി നോട്ടിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ബിഫോർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻസ്. വളരെ ക്ലീശയായിട്ട് തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1000 രൂപ ഫീസുള്ള ഒരു പോസ്റ്റാണ്. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തി വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. 1000 രൂപ വെറുതെ കൊണ്ട് കളയരുത്. അത് ഷോർട്ട് ലിസ്റ്റ്, നിങ്ങൾ എക്സാം എഴുതാൻ പോലും ഒരു വിളിക്കില്ല. നിങ്ങളുടെ മുഴുവൻ ഡേറ്റാസ് അവർ അസസ് ചെയ്ത് കളയും. അതായത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ പല യൂണിവേഴ്സിറ്റീസിലും പെർസെൻറ്റേജിലെല്ലാം മാർക്ക് തരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ആ ഒരു കാറ്റഗറിയിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ പെർസെൻറ്റേജിലേക്ക് കൺവെർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡത്തിൽ തന്നെ നിങ്ങൾ അസസ് ചെയ്ത് വേണം ചെയ്യാൻ. അല്ലാതെ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കരുത്. അവർക്ക് കൃത്യമായ മാനദണ്ഡമുണ്ട്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവർ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും കോൾ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനിയും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്, അതായത് നമ്മുടെ അപേക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അവർ ഈ വിവരങ്ങൾ മുഴുവൻ ഇമെയിൽ വഴിയായിരിക്കും ഇൻഫോം ചെയ്യുന്നത്. SMS വന്നില്ലെങ്കിലൊക്കെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക. റെഗുലർലി തറവായിട്ട് തന്നെ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ അവരുടെ സൈറ്റിലും കൃത്യമായിട്ട് കയറി അപ്ഡേറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് ഈ അപേക്ഷിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു PDF അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഒരു സിംഗിൾ നമ്പറോട് കൂടി വരുന്നത് നിങ്ങളുടെ അടുത്ത് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഡിജിറ്റൽ ഡോക്യുമെൻ്റായിട്ട് തന്നെ 1 or 2 മേഖലയിൽ സ്ഥലത്ത് സൂക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ കോപ്പിയായിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫർദറായിട്ട് വരുന്ന പല ആവശ്യങ്ങൾക്കും അത് നിങ്ങളെ സഹായിക്കുമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇനിയും ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഇതിന് അപേക്ഷിക്കുവാൻ ഇന്ത്യക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. മാത്രവുമല്ല, ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം രൂപ ശമ്പളം കിട്ടുന്ന, അതായത് 14 ലക്ഷം രൂപ ആനുവൽ ഇൻകം തുടക്കത്തിൽ കിട്ടുന്ന, കരിയറിൽ വലിയ ഗ്രോത്തുകൾ കിട്ടുന്ന ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾ നിയമിതരാകാൻ പോകുന്നതെന്നത് മറക്കാതിരിക്കുക. അപ്പോൾ 65%-ലധികം മാർക്കുള്ള എല്ലാ യോഗ്യരായ ബിടെക് ബിരുദധാരികളും ഉടൻ അപ്ലൈ ചെയ്യുക. കോഴ്സുമായി ബന്ധപ്പെട്ടും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.